ഡിസംബർ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചായിരുന്നു ഡെഫിനറ്റ്ലി ഞാൻ എൻ്റെ റീഡിങ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യും. കുറച്ച് ബുക്ക്സ് സെലക്ട് ചെയ്തിട്ട് വായിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ഈ ബുക്ക് കഴിഞ്ഞു, ഇത് പരമ ബോറായതുകൊണ്ട് ഞാൻ ഓടിച്ചാണ് വായിച്ചത്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു ബുക്കാണ് ഇത്. നമുക്ക് അത്യാവശ്യം വായിക്കണം എന്ന് ആഗ്രഹമുള്ളപ്പോൾ സമാധാനത്തിൽ ഒരു 4 ദിവസം എടുത്ത് വായിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ്. ഇത് വലിയ ലാംഗ്വേജ് ഇഷ്യൂ ഒന്നുമില്ല. കഥ മെയിനായിട്ട് വരുന്നത് ഒരു 4-5 ആൾക്കാർ ഇതിൽ മെയിൻ ആയിട്ട് ക്യാരക്ടേഴ്സ് ആയിട്ടുള്ളൂ. അപ്പം അതായത് ഒരു ഹീറോ ഒരു വിഡോവറാണ്. അയാൾക്ക് 2 മക്കളുണ്ട്. അപ്പോൾ അയാൾ ഒരു പെൺകുട്ടീനെ പരിചയപ്പെടുന്നു, ആ കുട്ടീനെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ആ പെൺകുട്ടി ഇവരുടെ ലൈഫിലേക്ക് വരുമ്പോൾ അയാളുടെ ലൈഫിൽ ഉണ്ടാകുന്നതും ആ പെൺകുട്ടിയുടെ ലൈഫിൽ ഉണ്ടാകുന്നതുമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പറയണേ. അതിൻ്റെ കൂടെ ഇതിൽ ഓരോ വ്യക്തികളുടെ അകത്ത് ഇങ്ങനെ പുതിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഇമോഷണൽ ടെർമോയിൽ നല്ല ഡീപ്പായിട്ട് പറയുന്നുണ്ട്. ഡീപ്പാണ്, ക്ലിയർ ആണ്. അതാണ് അതിൻ്റെ ഒരുപാട് ഇവൻറ്റ്സ് കുത്തി നിറച്ചിട്ടില്ല. പക്ഷെ ഓരോ ഇവൻറ്റും അത് ഫോളോ ചെയ്ത് വരുന്ന രീതിയും എല്ലാം റിലവൻ്റ് ആണ്. ഓരോ ദിവസവും റിലവൻ്റ് ആണ്. അങ്ങനെയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഒട്ടും ബോറിംഗ് അല്ല, വളരെ സ്മൂത്തായിട്ട് പോവാണ്. നമുക്ക് പ്രോഗ്രസിംഗ് ആണ് കഥ. എവിടെയും ഒരു സ്ലോ പേസിങ്ങോ അല്ലെങ്കിൽ ഒരു അനാവശ്യമായിട്ടൊരു മെൻഷനിങ്ങോ ഒന്നുമില്ല. എല്ലാം വളരെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇതെനിക്കിഷ്ടമായിട്ടോ, ഇഷ്ടപ്പെട്ടൊരു ബുക്കാണ്. ഇത് 2ാമത്തെ ബുക്കാണ്. ഈ 2ാമത്തെ ബുക്ക് ഇത് ദ ഗേൾ ഫ്രം ടാനേഴ്സ് യാർഡ്. ഇത് ഡയൻ അലൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തെ എഴുതിയ ബുക്കാണ്. ഇവർ ഇതുപോലത്തെ ബുക്കുകളാണ് പൊതുവെ എഴുതുന്നതെന്നാണ് ഇതിനെപ്പറ്റി സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇത് 1857 അങ്ങനെ ഒരു ടൈം പീരീഡിൽ എഴുതുന്ന ഒരു ബുക്കാണ്. അതായത് കുറേ അസുഖങ്ങൾ, പട്ടിണി എന്ന് പറഞ്ഞാൽ ലിറ്ററലി പട്ടിണി, ഒരു വീട്ടിൽ കുറേ മക്കളുണ്ടാവുന്നു, വീട് ചോർന്നൊലിക്കുന്നു, അങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിൽ ആണ് ഈ ബുക്ക് വരുന്നത്. ഇതിനകത്ത് ഒരു പെൺകുട്ടിയുടെ ഒരു ഡിറ്റർമിനേഷൻ, എങ്ങനെയാണ് അവൾ ഒരു നല്ല ഹസ്ബൻഡിനെ അവൾ ചൂസ് ചെയ്യുന്നതും അവൾക്കൊരു ബെറ്റർ ലൈഫ് കിട്ടുന്നതും, അങ്ങനത്തെ ഒരു കൺക്ലൂഷനിലേക്ക് പോകുന്ന ഒരു ബുക്കാണിത്. പക്ഷെ ആദ്യത്തെ കുറേ ഭാഗം നമുക്ക് നല്ല ബോറായിട്ട് തോന്നും. അതായത് കഥ നീങ്ങാത്ത പോലെ. നമ്മളൊരു ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് കുറച്ചൊരു അതായത് നമുക്കൊരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് ടൈപ്പ് ഓഫ് സംഗതിയല്ല ഇഷ്ടം. കുറച്ച് സസ്പെൻസ് ഇടയിൽ വരാം. ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് അത് ഗ്രൗണ്ട് സീറോയിൽ നിന്ന് കഥ പ്രോഗ്രസ് ചെയ്ത് മുകളിലേക്ക് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു ബുക്കാണ്. ഇതും ഒരു 3 ദിവസത്തിനുള്ളിൽ നമുക്ക് വായിച്ചു തീരാൻ പറ്റും. കുറച്ച് ചാപ്റ്റേഴ്സ് നമ്മൾ നന്നായിട്ട് ഫോർവേഡ് ചെയ്താലും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. കഥ ഭയങ്കരമായിട്ട് മൂവ് ചെയ്തു, നമ്മൾ എന്തൊക്കെയോ മിസ് ചെയ്തു എന്ന് നമുക്ക് തോന്നില്ല. ഇനി എന്തെങ്കിലും മിസ് ചെയ്യുന്നു തോന്നുകയാണെങ്കിൽ അത് പിന്നെയും അപ്പുറത്ത് വീണ്ടും പറയും. കാരണം ഇതിനകത്ത് പ്രത്യേകിച്ച് സസ്പെൻസുകളൊന്നുമില്ല. പിന്നെ എന്താ പറയുക, അതായത് ഇടയ്ക്ക് വരുന്ന ചില കാര്യങ്ങൾ വേറെ ചില ആൾക്കാരുടെ അടുത്ത് നിന്ന് മറച്ചു വയ്ക്കുന്നുണ്ട്. അവിടെ മാത്രമാണ് കുറച്ച് സസ്പെൻസ് എലമെൻറ്റ്സ് ആയിട്ടുള്ളൂ. ബാക്കി കഥ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആ കാലഘട്ടം കറക്റ്റായിട്ട് ഇതിലേക്ക് വന്നിട്ടുണ്ട്. അതായത് ആ കാലഘട്ടത്തിൽ ജീവിച്ച ഒരാൾ എഴുതുന്ന പോലെയാണ് നമുക്ക് തോന്നുക. അതാണ് ഈ ബുക്കിനെ പറ്റി പറയാറുള്ളത്. ലാംഗ്വേജ് വലിയ കട്ടിയൊന്നുമല്ല, കുറച്ച് ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ്. അപ്പോൾ അതിൻ്റെതായ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇത് 3ാമത്തെ ബുക്ക്, സീക്രട്ട്, ഫ്രേയ നോർത്തിൻ്റെ സീക്രട്ട്. എനിക്കറിയാൻ പാടില്ല ഇതെങ്ങനെയാണ് ബെസ്റ്റ് സെല്ലറായത്. ഇത് വായിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരുന്നത് പോട്ടെ, എന്തൊക്കെയോ എഴുതി വെച്ചേക്കാണ്, എന്നിട്ട് അത് ബെസ്റ്റ് സെല്ലറാണ്. അതും കുറച്ചൊന്നും അല്ല, ഇത്രയും കാര്യങ്ങളാണ് എഴുതി വെച്ചേക്കുന്നത്. ബേസിക്കലി ആരും ഇല്ലാതെ കിടക്കുന്നൊരു വീട്ടിൽ ആ വീട് ഒന്ന് ലൈവായിട്ട് നിർത്താൻ വേണ്ടി ഒരാൾ പിന്നെ ഒരു എംപ്ലോയിനെ വെക്കുകയാണ്. അപ്പോൾ ആ വരുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അവൾക്ക് പിന്നെ ഒരു കുട്ടിയിട്ട് അങ്ങനെ അവൾ ആ വീട്ടിൽ താമസിക്കാൻ തുടങ്ങുകയാണ്, വീട് ലൈവായിട്ട് വെക്കാൻ വേണ്ടി. അപ്പോൾ ഇത് ഭയങ്കര ഇഴഞ്ഞിഴഞ്ഞാണ് ഈ കഥ നീങ്ങുന്നത്. ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കഥ എങ്ങോട്ടാണ് പോകുന്നത് വരെ എനിക്ക് മനസ്സിലാവില്ല. ഇതിലൊരു കഥയുണ്ടോ, അതായത് എഴുതുന്നയാൾ കഥ എഴുതാൻ വന്ന വഴി മറന്നു പോയതാണോ, അതോ പ്ലോട്ട് പ്ലാൻ ചെയ്യാണ്ടാണോ എഴുതി, ഇങ്ങനെയൊക്കെ എനിക്ക് തോന്നി. കുറേ ബേസിക്കലി ഞാൻ പറയുവാണെങ്കിൽ ഇത്രയും ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബുക്കിൻ്റെ കഥ കൺസൈസ് ചെയ്ത് എഴുതാം. അത്രയേ ഉള്ളൂ. അത്രയും എഡിറ്റ് ചെയ്ത് കളയാനുണ്ട് ഈ സാധനത്തിനകത്ത്. പക്ഷെ അതവർ ചെയ്തിട്ടില്ല. ഞാൻ കുറേ ഭാഗം സ്കിപ്പ് ചെയ്താണ് വായിച്ചത്, കുറേ പേജ് സ്കിപ്പ് ചെയ്തിട്ടാണ് വായിച്ചത്. കാരണം അതിനകത്തൊന്നും ഒന്നുമില്ലായിരുന്നു. ഞാൻ ആ സ്കിപ്പ് ചെയ്ത് അപ്പുറത്ത് എത്തിയപ്പോഴും കഥ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നു ഒരു കഥ. ലാസ്റ്റ് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് പാസ്റ്റിൽ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ മറച്ചു വയ്ക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചാണ് വെച്ചിരുന്നത്. അത് കഴിഞ്ഞ് ഇവർ പരസ്പരം ആ കാര്യങ്ങളൊക്കെ തുറന്നു പറയും. അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിക്കും. ഇതാണ് കഥ. പക്ഷേ ഇതിൽ സസ്പെൻസ് എലമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സസ്പെൻസ് ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് ഒരു എലമെന്റ് ആയിട്ടൊന്നും എനിക്ക് കണ്ടില്ല. എഴുതുന്ന ലാംഗ്വേജ് ആണെങ്കിൽ അനാവശ്യമായിട്ട് വലിച്ചു നീട്ടിയിട്ടാണ് എഴുതുന്നത്. ഇങ്ങനെ കുറേ ഡിസ്ക്രിപ്ഷൻസ് ഒരു എനിക്ക് തോന്നുന്നില്ല ഇഷ്ടപ്പെടും. എങ്ങനെ ഒരു ബസ്സല്ല. നീ അടുത്ത ബുക്കായിട്ട് ഇത് കഴിയുമ്പോൾ വരാം. ഓക്കെ, ബൈ.